الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد ألا إن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أيها الناس أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും അനന്തരം നിങ്ങളോടും ഉപദേശിക്കുകയാണ്. എല്ലാവരോടുമായി തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും തഖ്വയും ഈമാനുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ ഇന്ന് റബീഉൽ അവ്വൽ 12 റബീഉൽ അവ്വൽ 12 പുറമെ ഇന്ന് നമ്മുടെ നാട്ടിൽ ഓണാഘോഷം നടക്കുന്ന ഒരു ദിവസമാണ്, ഓണത്തിൻ്റെ ദിവസമാണ്. അതുപോലെ തന്നെ അധ്യാപക ദിനമാണ്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ഇന്നത്തെ ദിവസത്തിനുണ്ട് എന്നുള്ളതാണ്. ഏതായാലും റബീഉൽ അവ്വലിൻ്റെ പശ്ചാത്തലത്തിൽ പ്രവാചക സ്നേഹവുമായി ബന്ധപ്പെട്ടും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഏൽപ്പിച്ചിട്ടുള്ള ദൗത്യവുമായി ബന്ധപ്പെട്ടുമാണ് കഴിഞ്ഞ ആഴ്ച വരെ ഏതാനും ചില ഖുതുബകളിലായി നമ്മൾ വിശദീകരിച്ചിരുന്നത്. റബീഉൽ അവ്വൽ മാസത്തിൽ നാം ഏറ്റവും അധികം ഓർക്കേണ്ട ചരിത്ര ഭാഗമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തും വിയോഗത്തിന്റെ സമയത്തുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അന്ത്യോപദേശങ്ങളും. ഇന്നത്തെ ദിവസത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ വളരെ കൃത്യമായിട്ട് നമുക്ക് പറയാൻ കഴിയുന്ന സംഗതി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് നടന്ന ദിവസം എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം, അതുമായി ബന്ധപ്പെട്ട ചില്ലറ അഭിപ്രായ വ്യത്യാസങ്ങൾ ഡേറ്റുമായി ബന്ധപ്പെട്ടുണ്ട്. അതുപോലുള്ള പ്രവാചക ചരിത്രത്തിൽ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ റബീഉൽ അവ്വൽ മാസത്തിൽ നടന്നിട്ടുണ്ട്. പക്ഷെ റബീഉൽ അവ്വൽ 12 പ്രവാചകന്റെ ജനനവുമായി ബന്ധപ്പെട്ട് പറയുന്നു. അഭിപ്രായ വ്യത്യാസങ്ങളോടെ റബീഉൽ അവ്വൽ 12 എന്ന് പറയുന്നുവെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ലാതെ പ്രവാചകന്റെ വിയോഗം നടന്നത് എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നു, റബീഉൽ അവ്വൽ 12 എന്ന്. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിനെ അനുസ്മരിക്കുന്ന ഒരു ദിനം കൂടിയാണ്, ചുരുങ്ങിയത് അങ്ങനെയെങ്കിലും നമുക്ക് പറയേണ്ടി വരും, ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ മിമ്പറിൽ അറബി ഭാഷയിൽ ഖുത്ബ നിർവഹിക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള പള്ളികൾ, അങ്ങനെയുള്ള ബഹുഭൂരിപക്ഷം മസ്ജിദുകളിലും ഉപയോഗിക്കാറുള്ളത് ഇബ്നുൻ നബാത്തത്തുൽ മിസ്രി എന്ന് പറയുന്ന ഒരു പണ്ഡിതന്റെ ഖുത്ബ സമാഹാരങ്ങളാണ്. ആ ഖുത്ബ സമാഹാരങ്ങൾ എടുത്തു നോക്കിയാലും നമുക്ക് കാണാൻ സാധിക്കും
റബീഉൽ അവ്വൽ മാസത്തിന്റെ പ്രാരംഭത്തിൽ ഓതുന്ന ഖുത്ബ സമാഹാരങ്ങൾ, അതല്ലെങ്കിൽ ഖുത്ബയുടെ ഭാഗങ്ങൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിനെ അനുസ്മരിക്കുന്നതാണ്. അങ്ങനെ ഒരു രീതിയായിരുന്നു മുൻഗാമികൾക്ക് ഉണ്ടായിരുന്നത്. പ്രവാചകന്റെ വഫാത്തിനെ സംബന്ധിച്ചും പ്രവാചകന്റെ ആ വഫാത്തിന്റെ ഘട്ടത്തിലുള്ള അന്ത്യോപദേശങ്ങളെ സംബന്ധിച്ചുമെല്ലാം ഈ റബീഉൽ അവ്വൽ മാസത്തിൽ, വിശേഷിച്ചും റബീഉൽ അവ്വൽ 12-നും 12-നോടനുബന്ധിച്ചു വരുന്ന ഉത്ബോധനങ്ങളിലുമെല്ലാം ധാരാളമായിട്ട് ഓർമ്മിപ്പിക്കുന്ന ഒരു രീതി മുൻഗാമികൾക്കുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, എന്തിനാണ് പ്രവാചകന്റെ വഫാത്തിനെ ഓർമ്മിപ്പിക്കുന്നത്? പ്രവാചകനോട് നമ്മെ ഏറെ അടുപ്പിക്കുന്നു, അതല്ലെങ്കിൽ പ്രവാചക സ്നേഹം നമ്മെ വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളിൽ ഒന്നുകൂടിയാണത്. അതിലുപരിയായി അതോടൊപ്പം തന്നെ നമ്മിൽ മരണചിന്തയുണ്ടാക്കുക എന്നതും അതിൻ്റെ ഒരു ആവശ്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യദിനം വരെ റിസാലത്ത് നിലനിൽക്കുന്ന പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകന് പോലും അന്ത്യദിനം വരെ ആയുസ് നീട്ടിക്കൊടുത്തിട്ടില്ല എങ്കിൽ തീർച്ചയായും മരണത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ ബോധവാന്മാരാകണമെന്നുള്ളൊരു ചിന്ത കൂടി യഥാർത്ഥത്തിൽ അത്തരം ഉത്ബോധനങ്ങൾ നൽകുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ആഘോഷങ്ങൾക്കിടയിലും ആരവങ്ങൾക്കിടയിലും നാം മറന്നു പോവാൻ പാടില്ലാത്തൊരു സംഗതിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ വിയോഗം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ജനനം റബീഉൽ അവ്വലിലാണോ, ആണെങ്കിൽ തന്നെ റബീഉൽ അവ്വലിൽ ഏത് തീയതിയിലാണ് എന്നുള്ള കാര്യത്തിലെല്ലാം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. റബീഉൽ അവ്വൽ മാസത്തിൽ തന്നെയാണെങ്കിൽ പോലും ഏത് തീയതിയിലാണ്, ഇനി 12-നാണെന്ന് ഒരാൾ സ്ഥിരീകരിക്കുകയാണെങ്കിൽ പോലും മതപരമായി മഹത്വമുള്ള എന്തെങ്കിലും ആചാരമോ അനുഷ്ഠാനമോ, പ്രത്യേക മഹത്വമുള്ള എന്തെങ്കിലും ആചാരമോ അനുഷ്ഠാനമോ റബീഉൽ അവ്വൽ 12-ന് നിയമമാക്കിയിട്ടില്ല. നബിയോ സ്വഹാബത്തോ അത് പഠിപ്പിച്ചിട്ടില്ല. താബിഉകളുടെ കാലത്ത് ഉത്തമ നൂറ്റാണ്ടുകളിലൊന്നും അതുണ്ടായിട്ടില്ല എന്നതും ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ്. എന്നാൽ മരണം റബീഉൽ അവ്വൽ 12-നാണെന്ന കാര്യത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. അബ്രഹത്തെ കഅബ പൊളിക്കാൻ വന്ന ആനക്കലഹ വർഷത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ജനിച്ചത്. അതൊരു തിങ്കളാഴ്ചയായിരുന്നു. വലിയൊരു വിഭാഗം പണ്ഡിതന്മാർ റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ചയാണെന്ന് അഭിപ്രായപ്പെട്ടവരാണ്, ശരിയാണ്. എന്നാൽ റബീഉൽ അവ്വൽ 18 തിങ്കളാഴ്ചയാണെന്ന് അഭിപ്രായമുള്ളവരുണ്ട്. പ്രവാചകന്റെ ജനനം റബീഉൽ അവ്വൽ 18 തിങ്കളാഴ്ചയാണെന്ന് അഭിപ്രായമുള്ളവരും, റമളാനിലെ തിങ്കളാഴ്ചയാണെന്ന് അഭിപ്രായമുള്ളവരും, അതുപോലെ തന്നെ ശഅബാനിലെ തിങ്കളാഴ്ചയാണെന്ന് അഭിപ്രായപ്പെട്ടവരുമെല്ലാം ഉണ്ട്. ചരിത്രത്തിൽ അങ്ങനെയുള്ള അഭിപ്രായങ്ങളെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഈ അഭിപ്രായ വ്യത്യാസങ്ങൾക്കുള്ള അടിസ്ഥാന കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയായിട്ടില്ല. അതുകൊണ്ട് ഒരുപക്ഷെ കൃത്യമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾക്കും തർക്കങ്ങൾക്കും ഇടയില്ലാത്ത രീതിയിൽ പ്രവാചകന്റെ ജനനം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടാവണം എന്നില്ല. പിന്നീട് പിൽക്കാലക്കാരായ ചരിത്രകാരന്മാരാണ് ഈ അഭിപ്രായങ്ങൾ പറയുന്നത്. അതിൽ വന്ന വലിയൊരു ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായമാണ് റബീഉൽ അവ്വൽ 12-നായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ജനനം എന്നുള്ളത്. പക്ഷേ പ്രവാചകൻ സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ വഫാത്തിനെ കുറിച്ച് റബീഉൽ അവ്വൽ 12-നാണെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ജനനം ഒരു തിങ്കളാഴ്ചയായിരുന്നു എന്നത് സ്വഹീഹായി ഉദ്ധരിക്കപ്പെട്ട ഒരു ഹദീസിൽ വന്നതാണ്. അതുകൊണ്ട് തിങ്കളാഴ്ചയാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എന്നാൽ വഫാത്തിന്റെ സമയത്തേക്ക് വരുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നബിയാണ്, ലോക നേതാവാണ്, ചരിത്ര പുരുഷനാണ്, എല്ലാ അർത്ഥത്തിലും പ്രാധാന്യമുള്ള വ്യക്തിത്വമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ആ വഫാത്തിന്റെ തീയതി രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അത് ഹിജ്റ 11-ാം വർഷം റബീഉൽ അവ്വൽ 12-ാം തീയതി, ഗ്രിഗോറിയൻ വർഷമനുസരിച്ച് AD 632 ജൂൺ മാസം 7-ാം തീയതി. അങ്ങനെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. ഹിജ്റ 11-ാം വർഷം റബീഉൽ അവ്വൽ 12-ാം തീയതി, ഗ്രിഗോറിയൻ വർഷമനുസരിച്ച് AD 632 ജൂൺ മാസം 7-ാം തീയതിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണം. ഇത് അഭിപ്രായ വ്യത്യാസങ്ങൾക്കോ തർക്കങ്ങൾക്കോ ഇടയില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് റബീഉൽ അവ്വലിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റ് ചരിത്ര ഭാഗങ്ങളെല്ലാം നമ്മൾ അനുസ്മരിക്കുന്നതോടൊപ്പം തന്നെ പ്രവാചകന്റെ വഫാത്തിനെ കൂടി അനുസ്മരിക്കുക എന്നതാണ് നീതി.
കാരണം അതാണ് ശരിയും നീതിപൂർവവുമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്. ആ വഫാത്തിന്റെ ഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പൊതുവായിട്ട് ചില ഉപദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ആ ഉപദേശങ്ങൾ കൂടി പറയാനാണ് ഇന്നത്തെ ഖുത്ബ പ്രയോജനപ്പെടുത്തുന്നത്. അള്ളാഹു പറയാനും കേൾക്കാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആനിൽ ഇറങ്ങിയ അവസാന അധ്യായങ്ങളിലും വചനങ്ങളിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗവുമായി ബന്ധപ്പെട്ട കൃത്യമായ സന്ദേശങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഞാൻ തുടക്കത്തിൽ ഓതിവെച്ച സൂറത്തുൻ നസ്ർ, സൂറത്തുൻ നഅ്യ് എന്നും ഈ അധ്യായത്തെ പറയുന്നുണ്ട്. ഇദാ ജാഅ എന്ന് തുടങ്ങുന്ന ഈ ഹ്രസ്വമായിട്ടുള്ള അധ്യായം. സൂറത്തുൻ നഅ്യ്, സൂറത്തുൻ നസ്ർ എന്നീ രണ്ട് പേരുകളാണുള്ളത്. സൂറത്തുൻ നഅ്യ് എന്ന് പറഞ്ഞാൽ അനുശോചനം അറിയിക്കുന്ന അധ്യായം എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. പ്രവാചകന്റെ വഫാത്തിനെ സംബന്ധിച്ചുള്ള മുന്നറിയിപ്പുകൾ നൽകുന്ന അധ്യായം, അതാണ് സൂറത്തുൻ നസ്ർ. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്, അള്ളാഹുവിന്റെ സഹായവും മക്കയ്ക്ക് വിജയവും വന്നാൽ, അള്ളാഹുവിന്റെ സഹായം വന്നാൽ, മക്ക വിജയം വന്നാൽ, അള്ളാഹു പറയാൻ വറഅയ്തന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ, അള്ളാഹുവിന്റെ ദീനിൽ ആളുകൾ സംഘം സംഘമായി പ്രവേശിക്കുന്ന പ്രവാചകരെ നിങ്ങൾക്ക് കാണാൻ കഴിയും. യഥാർത്ഥത്തിൽ അങ്ങയുടെ ദൗത്യം അങ്ങ് പൂർത്തീകരിച്ചിരിക്കുന്നു, അങ്ങയുടെ ദൗത്യം നിർവഹിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഫസബ്ബിഹ് ബിഹംദി റബ്ബിക്, ദൗത്യ നിർവഹണം അവസാനിച്ചു കഴിഞ്ഞാൽ പിന്നീട് യഥാർത്ഥത്തിൽ നിലനിൽപ്പെന്തിന് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഈ ലോകത്തെ ജീവിതം എന്തിനെന്നുള്ളൊരു ചോദ്യമുണ്ട്. അതുകൊണ്ട് അങ്ങയുടെ മരണം അടുത്തിരിക്കുന്നു എന്നതിലേക്കുള്ള സൂചനയാണിത്. അതുകൊണ്ട് പ്രവാചകരെ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർ, അങ്ങയുടെ രക്ഷിതാവിനെ ധാരാളമായിട്ട് അങ്ങ് പ്രകീർത്തിക്കണം, അങ്ങയുടെ നാഥനെ ധാരാളമായിട്ട് അങ്ങ് സ്തുതിക്കണം, ആ നാഥനോടങ്ങ് പാപമോചനം ചോദിക്കണം. അങ്ങനെ റബ്ബിലേക്ക് മടങ്ങാനുള്ള സന്നദ്ധതയിൽ പൂർണ്ണമായ ഒരുക്കത്തിലാണ് മുന്നോട്ട് പോവേണ്ടത്. പൂർണ്ണമായ ഒരുക്കത്തിൽ അള്ളാഹുവിലേക്ക് മടങ്ങാൻ വേണ്ടിയുള്ള പൂർണ്ണമായ തയ്യാറെടുപ്പുമായി നിൽക്കണേ പ്രവാചകരെ. മക്ക വിജയം വന്നിരിക്കുന്നു, അള്ളാഹുവിന്റെ സഹായം വന്നിരിക്കുന്നു, ഒരുപാട് ആളുകൾ ഇസ്ലാം സ്വീകരിച്ചിരിക്കുന്നു, അങ്ങയുടെ പ്രവർത്തനങ്ങൾ വിജയം കണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇനി തസ്ബീഹുമായി തഹ്മീദുമായി ഇസ്തിഗ്ഫാറിൽ മുഴുകിക്കൊണ്ടുള്ള ജീവിതം, അതിൽ മാത്രം മുഴുകിക്കൊണ്ടുള്ള ജീവിതം നയിക്കണേ എന്ന് പറയാൻ. ഇന്നഹു കാന തവ്വാബാ, നിശ്ചയം അല്ലാഹു പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണ്. വല്ല സ്ഖലിതങ്ങളും എവിടെയെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതുകൂടി അങ്ങേക്ക് അല്ലാഹു തആല പുറത്തു തരും. അല്ലാഹു പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണ്. സഹോദരങ്ങളെ, ഇതാണ് സൂറത്തുൻ നസ്ർ. ഈ സൂറത്തുൻ നസ്റിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാര് പറയാൻ, മുഫസ്സിറുകളെ പറയാൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിനെ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകുന്ന അധ്യായമായിരുന്നു. അതുപോലെ ചില വചനങ്ങൾ ثم نزل بعده قوله تعالى, ആ സൂറത്തുൻ നസ്റിന് ശേഷം അല്ലാഹുവിന്റെ വചനം ഇറങ്ങി. اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا, ഇന്ന് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു, എന്റെ അനുഗ്രഹത്തെ പൂർണ്ണമായും നിങ്ങൾക്കിതാ വർഷിച്ചു തന്നിരിക്കുന്നു, പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു, ഇസ്ലാമിന് ദീനായി തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു. ഈ വചനം ഇത് ഹജ്ജത്തുൽ വിദാഇൽ പ്രവാചകന്റെ വിടവാങ്ങൽ പ്രസംഗ ഘട്ടത്തിൽ ഇറങ്ങിയതാണെന്ന് പറയപ്പെടുന്നുണ്ട്. അല്ലാഹു അഅലം. ഏതായാലും സൂറത്തുൻ നസ്റിന് ശേഷമാണ് ഈ വചനം ഇറങ്ങിയത്. അല്ലാഹു നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ പൂർത്തീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള വചനം. ദീൻ പൂർത്തീകരിക്കപ്പെട്ടതിന് ശേഷം, അതല്ലെങ്കിൽ അതിനുശേഷമുള്ള കാലം എന്ന് പറയുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗത്തോടടുക്കുന്ന കാലമാണ്. ഇതിൽ നിന്നെല്ലാം പ്രവാചകൻ തന്റെ വിയോഗം അടുക്കുന്നു എന്ന് മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആ ഹജ്ജത്തുൽ വിദാഇന്റെ പല വേളകളിലും വിടവാങ്ങൽ പ്രസംഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തുന്നു. നമുക്കറിയാം, അറഫായിൽ വെച്ചാണ് വിടവാങ്ങൽ പ്രസംഗം നടത്തുന്നത്. പല വേളകളിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിടവാങ്ങലിന്റെ സ്വരത്തിൽ സംസാരിക്കുന്നുണ്ട്. ഖുത്ബത്തുൽ വിദാഇ നടത്തുന്നത് അറഫായിൽ വെച്ചാണ്, അറഫ മൈതാനിയിൽ വെച്ചാണ്. ഏതായാലും പ്രവാചകൻ ഹജ്ജ് കർമ്മങ്ങൾ ഇങ്ങനെ പഠിപ്പിക്കുമ്പോൾ സ്വഹാബിമാരോട് പറയും, ഖുദൂ അന്നീ മനാസികകും, ഖുദൂ അന്നീ മനാസികകും ലഅല്ലി ലാ അൽഖാകും ബഅദ ആമി ഹാദാ. ഹജ്ജിന്റെ ചടങ്ങുകളൊക്കെ എന്നിൽ നിന്ന് നല്ലതുപോലെ നിങ്ങൾ പഠിക്കണേ,
കാരണം അടുത്ത കൊല്ലം ഞാൻ നിങ്ങളുടെ കൂടെ ഹജ്ജ് ചെയ്യാൻ ഉണ്ടാവണമെന്നില്ല, അടുത്ത കൊല്ലം നിങ്ങൾക്ക് എന്നെ കണ്ടുമുട്ടാൻ സാധിച്ചു കൊള്ളണമെന്നില്ല. അതുകൊണ്ട് മനാസിക്കുൽ ഹജ്ജ്, ഹജ്ജിന്റെ ചടങ്ങുകളൊക്കെ എന്നിൽ നിന്ന് നല്ലതുപോലെ നിങ്ങൾ പഠിക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു. അതുപോലെ തന്നെ ഈ വചനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് പ്രവാചകൻ ഹജ്ജ് സന്ദർഭത്തിൽ ഈ പ്രവാചകന്റെ ഈ ഹജ്ജിന്റെ ചടങ്ങുകളൊക്കെ നല്ലതുപോലെ പഠിക്കണേ എന്ന രീതിയിലുള്ള സ്വഹാബിമാരോടുള്ള നിർദ്ദേശങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് മഹാനായ പണ്ഡിതൻ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുകയാണ്. ഫീഹി ഇശാറത്തുൻ ഇലാ തൗദീഇഹിം വഇലാമിഹിം ബിഖുർബി വഫാതിഹി. അതിലൊക്കെ കൃത്യമായ സൂചനകൾ ഉണ്ടായിരുന്നു. സഹാബിമാരോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര പറയുന്നതിന്റെ കൃത്യമായ സൂചനകൾ, പ്രവാചകന്റെ വഫാത്ത് അടുത്തു എന്നതിന്റെ കൃത്യമായ സൂചനകൾ, ഹജ്ജിന്റെ ചടങ്ങുകളൊക്കെ എന്നിൽ നിന്ന് നല്ലതുപോലെ പഠിക്കണേ, അടുത്ത കൊല്ലം ഹജ്ജിന്റെ കാര്യങ്ങളെ പഠിപ്പിക്കാൻ, ഹജ്ജ് ചെയ്യാൻ ഞാൻ ഉണ്ടാവണമെന്നില്ല എന്ന പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വർത്തമാനം, ലഅല്ലി ലാ അഹജ്ജു ബഅദ ആമി ഹാദാ, ഈ കൊല്ലത്തിന് ശേഷം ഞാൻ ഹജ്ജ് ചെയ്യില്ല, നിങ്ങളെ കണ്ടുമുട്ടാൻ എനിക്ക് സാധിച്ചു കൊള്ളണമെന്നില്ല എന്ന രീതിയിലുള്ള വർത്തമാനങ്ങളിലൊക്കെ വിടവാങ്ങലിന്റെ സ്വരമുണ്ടായിരുന്നുവെന്ന് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുകയാണ്. ഈ വചനങ്ങളെല്ലാം ഇറങ്ങുന്നതിന്റെ മുമ്പ് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മരണാസന്നനാവുകയാണ് എന്നുള്ള തോന്നലുണ്ടായിരുന്നു. കാരണം അങ്ങനെയാണ് പ്രവാചകന്റെ അഅ്മാലുകളെ, പ്രവർത്തനങ്ങളെ, ജീവിതത്തെ ക്രമീകരിക്കുന്നത്. ഹിജ്റ 10-ാം വർഷം റമളാനിൽ 20 ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുടർച്ചയായിട്ട് ഇഅ്തികാഫിരുന്നു എന്നാണ്. 20 ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഅ്തികാഫിരുന്നു. സാധാരണ എല്ലാ റമളാനിലും 10 ദിവസമാണ്, അവസാനത്തെ 10 മാത്രം ഇഅ്തികാഫിരിക്കുന്ന പ്രവാചകൻ ഹിജ്റ 10-ാം വർഷം റമളാനിൽ 20 ദിവസം ഇഅ്തികാഫിരുന്നു. എല്ലാ വർഷവും റമളാനിൽ ഒരു ആവൃത്തിയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീലിനെ ഖുർആൻ ഓതി കേൾപ്പിച്ചിരുന്നത്. പക്ഷേ ഹിജ്റ 10-ാം വർഷം 2 ആവർത്തി ഓതി കേൾപ്പിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആൻ. ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും അധികം കർമ്മോത്സുകനായിട്ട് മാറി എന്നുള്ളതാണ്. മുആദ് റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് അയക്കുന്ന സന്ദർഭം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്, യാ മുആദ് ഇന്നക അസാ അല്ലാ തൽഖാനി ബഅദ ആമി ഹാദാ വലഅല്ലക അൻ തമുറ ബിമസ്ജിദി വഖബ്രി. മുആദേ, അടുത്ത കൊല്ലം നിനക്ക് എന്നെ കണ്ടുമുട്ടാൻ കഴിഞ്ഞുകൊള്ളണം എന്നില്ല. എന്റെ ഖബറിന്റെ അടുക്കലൂടെ, എന്റെ മസ്ജിദിന്റെ അടുക്കലൂടെ നിനക്ക് നടന്നു പോവാൻ സാധിച്ചേക്കും, പക്ഷേ അടുത്ത കൊല്ലം നിനക്ക് എന്നെ കണ്ടുമുട്ടാൻ സാധിച്ചു കൊള്ളണമെന്നില്ല എന്ന രീതിയിൽ മുആദ് റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുകയാണ്. അദ്ദേഹത്തെ യമനിലേക്ക് ഗവർണറായിട്ട് അയക്കുമ്പോൾ ഈ ഘട്ടത്തിൽ മുആദ് റളിയല്ലാഹു അൻഹു കരയുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ലാ തബ്കി യാ മുആദ് ഫഇന്നൽ ബുകാഅ മിനശ് ശൈത്താൻ. മുആദേ, കരയരുത്, നിശ്ചയം കരയൽ അത് പിശാചിൽ നിന്നുള്ളതാണ്. കരയണ്ട, വ്യസനിക്കുകയൊന്നും വേണ്ട, എല്ലാവരും മരിച്ചു പോവാനുള്ളവരാണ്. കരയുക എന്ന് പറഞ്ഞാൽ അത് പിശാചിൽ നിന്നുള്ളതാണ്, അതുകൊണ്ട് ക്ഷമ കൈകൊള്ളണേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. ഹിജ്റ 11-ാം വർഷത്തിന്റെ തുടക്കത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദിലെ ശുഹദാക്കളെ, രക്തസാക്ഷികളെ സന്ദർശിക്കുന്നുണ്ട്. അതേ വർഷം തന്നെ, ആ വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ മദീന നിവാസികൾ മറമാടപ്പെട്ട് കിടക്കുന്ന ബഖീഉൽ ഗർഖദിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവേശിക്കുന്നുണ്ട്. അവിടെ സന്ദർശിച്ചുകൊണ്ട് അവരോട് സലാം പറയുന്നുണ്ട്. അസ്സലാമു അലൈക്കും യാ ദാറ ഖൗമൽ മുഅ്മിനീൻ വഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ എന്നവരോട് സലാം പറയുന്നുണ്ട്. ഇത് കഴിഞ്ഞുള്ള പ്രഭാതത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശക്തമായ തലവേദന വരുന്നത്. അത് കുറയുന്നില്ല, അത് അടിക്കടി ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഘട്ടത്തിൽ പത്നിയായ മൈമൂന റളിയല്ലാഹു അൻഹയുടെ വീട്ടിലായിരുന്നു. അവിടെ ഇങ്ങനെ ഈ തലവേദന കൊണ്ട് പ്രയാസപ്പെടുന്ന ഘട്ടത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരുടെ എല്ലാം അനുവാദത്തോടുകൂടി ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് മാറുന്നുണ്ട്. ആദ്യം അവരോട് ആലോചിക്കുന്നുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് മാറുന്നതിനെ സംബന്ധിച്ച് അവരുടെ എല്ലാം ഉമ്മഹാത്തുൽ മുഅ്മിനീന്റെ മറ്റുള്ള ഭാര്യമാരുടെ അനുമതി ചോദിക്കുന്നുണ്ട്. അവരെല്ലാം സമ്മതിച്ചു. അങ്ങനെ ഫളൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെയും അതുപോലെ തന്നെ അലി റളിയല്ലാഹു അൻഹുവിന്റെയും സഹായത്തോടു കൂടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലെത്തി എന്നുള്ളതാണ്. അവിടെ താമസിച്ചു. ക്രമേണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രോഗം കുറയുന്നില്ല,
അത് മൂർച്ഛിക്കുകയാണ്. തന്റെ വീട്ടിലുള്ള 7 ദിനാർ സ്വർണത്തിന്റെ വിഷയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഓർമ്മ വന്നു. അത് ആവശ്യക്കാർക്ക് വിതരണം ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയോട് കൽപ്പിച്ചു എന്നുള്ളതാണ്. ഈ സ്വർണം വീട്ടിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടൽ തനിക്ക് ഉചിതമല്ലെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. രോഗത്തിനൊരു കുറവുമുണ്ടാവുന്ന, ഒരു മാറ്റവും ഉണ്ടാവുന്നില്ല. ഒരു സന്ധ്യാസമയം ജനങ്ങൾ ഇശാ നമസ്കാരത്തിനായിട്ട് പള്ളിയിൽ എത്തി. ജനങ്ങളെ നിസ്കരിച്ചോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. ജനങ്ങൾ അങ്ങയെ കാത്തിരിക്കുകയാണെന്ന് സ്വഹാബിമാരെല്ലാം മറുപടി നൽകി. ശേഷം വുളുവെടുക്കാൻ വെള്ളം കൊണ്ടുവരാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടുകാരോട് ആവശ്യപ്പെട്ടു. വുളുവെടുക്കുന്നതിനിടെ ബോധക്ഷയമുണ്ടായി എന്നുള്ളതാണ്. അല്പം കഴിഞ്ഞ് ബോധം തെളിഞ്ഞപ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തുള്ള ചോദ്യവും ജനങ്ങൾ നിസ്കരിച്ചോ എന്നുള്ളതായിരുന്നു. ജനങ്ങൾ അങ്ങയെ കാത്തിരിക്കുകയായിരുന്നു എന്നായിരുന്നു അപ്പോഴത്തെയും മറുപടി. ഇങ്ങനെ 3 തവണ ചോദിക്കുകയും 3ാമത്തെ തവണ ചോദ്യത്തിന്റെ മറുപടിയായി പ്രവാചകരെ അങ്ങയെ കാത്തിരിക്കുകയാണ്. പ്രവാചകനാണെങ്കിൽ വുളുവെടുക്കുന്നു. വുളുവെടുത്ത് അധികം വൈകാതെ വീണ്ടും ബോധക്ഷയത്തിലേക്ക് നീങ്ങുകയാണ്. പ്രവാചകൻ ആരോഗ്യത്തോടു കൂടി നമസ്കരിക്കാൻ വേണ്ടി പോവാൻ കഴിയുന്നില്ല. 3ാമത്തെ പ്രാവശ്യം ജനങ്ങൾ നിസ്കരിച്ചോ എന്നുള്ള ചോദ്യം വന്നു. ജനങ്ങൾ അങ്ങയെ കാത്തിരിക്കുന്നു എന്നുള്ള മറുപടി വന്നപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇനി എന്നെ കാത്തിരിക്കണ്ട, അബൂബക്കർ സിദ്ദീഖിനോട് നമസ്കരിക്കാൻ പറയണം. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് നമസ്കരിക്കാൻ, ഇമാമത്ത് നിൽക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദൂതനെ അയക്കുകയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണെങ്കിൽ കാന റജുലൻ റഖീഖ, മൃദുല ഹൃദയനായ മനുഷ്യനായിരുന്നു, സ്വഹാബിയായിരുന്നു. ഖുർആൻ പാരായണം ചെയ്യാൻ തുടങ്ങിയാൽ ഉടനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ചീനച്ചട്ടിയിലെ ശബ്ദം പോലെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരയാൻ തുടങ്ങും ഖുർആൻ പാരായണം തുടങ്ങിയാൽ. അദ്ദേഹം ഉമർ റളിയല്ലാഹു അൻഹുവിനോട് കാര്യം പറഞ്ഞു, എനിക്ക് ഖുർആൻ പാരായണം ചെയ്യാൻ തുടങ്ങിയാൽ ഇങ്ങനൊരു വിഷയം വരുന്നുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്തൊക്കെ വിഷയങ്ങളുണ്ടെങ്കിലും അങ്ങ് തന്നെയാണ് പ്രവാചകന്റെ അസാന്നിധ്യത്തിൽ വിശ്വാസികൾക്ക് നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കാൻ ഇമാമത്ത് നിൽക്കാൻ ഏറ്റവും യോഗ്യൻ. ഉമർ റളിയല്ലാഹു അൻഹു അങ്ങനെയാണ് പറഞ്ഞത്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കൂടി ആ വർത്തമാനം വന്നതോടുകൂടി സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇമാം നിന്നു. നമസ്കാരം തുടങ്ങി. അതിനിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രോഗത്തിന് അല്പം ശമനം ലഭിക്കുകയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബിമാരുടെ സഹായത്തോടു കൂടി നമസ്കാരത്തിന് മസ്ജിദുൻ നബവിയിലെത്തുകയും ചെയ്തു. പ്രവാചകനെ കണ്ടപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, മുന്നിൽ നിന്നുകൊണ്ട് നമസ്കരിക്കുന്ന സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വരവ്, പ്രവാചകന്റെ സാന്നിധ്യം മനസ്സിലായപ്പോൾ പിന്നിലേക്ക് മാറാൻ ശ്രമിച്ചു. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആംഗ്യം കാണിച്ചു, സിദ്ദീഖ് താങ്കൾ തന്നെ നമസ്കരിച്ചുകൊണ്ട് ഇമാം നിന്നുകൊണ്ട് നമസ്കാരം പൂർത്തീകരിക്കണം. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാന്നിധ്യത്തിൽ പ്രവാചകൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പിന്നിൽ നിന്നുകൊണ്ട് ആ ഇശാ നമസ്കാരം പൂർത്തീകരിച്ചു എന്നുള്ളതാണ് ചരിത്രം. സഹോദരങ്ങളെ, സുബഹ് നമസ്കാരത്തിനും ജനങ്ങൾ പള്ളിയിൽ തടിച്ചുകൂടിയിരിക്കുകയാണ്. പക്ഷേ പ്രവാചകന് പള്ളിയിലേക്ക് പോവാൻ സാധിക്കുന്നില്ല. പ്രവാചകൻ വീടിന്റെ മറയെങ്ങനെ നീക്കിക്കൊണ്ട്, പ്രവാചകന്റെ വീടും മസ്ജിദുൻ നബവിയും എന്നൊക്കെ പറഞ്ഞാൽ അടുത്തടുത്ത് നിൽക്കുന്ന മന്ദിരങ്ങളാണ്. അതുകൊണ്ട് വീടിന്റെ മറയെങ്ങനെ നീക്കിക്കൊണ്ട് സ്വഹാബിമാരെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ സുബഹ് നമസ്കാരം നിർവഹിക്കുന്നത് ആത്മനിർവൃതിയോടുകൂടി, നിറക്കണ്ണുകളോടെ, സന്തോഷത്തോടുകൂടി, സന്തോഷത്തിന്റെ കണ്ണീരിങ്ങനെ പൊഴിച്ചുകൊണ്ട് പ്രവാചകൻ അത് നോക്കിക്കണ്ടുവെന്ന. കാരണം തന്റെ ദൗത്യം ഇവിടെ വിജയകരമായി പൂർത്തീകരിച്ചിരിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അസാന്നിധ്യത്തിലും കെൽപ്പോടുകൂടി, കരുത്തോടുകൂടി ഇസ്ലാമിക ഉമ്മത്തിന് മുന്നോട്ട് പോകാനുള്ള ശക്തി അവർ ആർജിച്ചിരിക്കുന്നു എന്നത് ഓർക്കുമ്പോഴാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വല്ലാത്ത സന്തോഷം അനുഭവപ്പെട്ടത്. ഇനി നമ്മൾ കേൾക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്, മരണാസന്ന ഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് നൽകിയ ഉപദേശങ്ങളാണ്. പ്രവാചകന്മാർ അങ്ങനെയാണ്. വിശുദ്ധ ഖുർആനിൽ അങ്ങനെ ധാരാളം ഉപദേശങ്ങളെ പറ്റി പറയുന്നുണ്ട്. യാക്കൂബ് നബി നൽകിയ ഉപദേശങ്ങൾ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം നൽകിയ ഉപദേശങ്ങൾ, മരണാസന്നരായ ഘട്ടത്തിൽ അവർ മക്കൾക്ക് കൊടുക്കുന്ന ഉപദേശങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കൾക്ക് മാത്രമല്ല, കുടുംബത്തിന് മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു
സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിനാണ്, വിശ്വാസികൾക്ക് മുഴുക്കയുമാണ് ഉപദേശങ്ങൾ നൽകുന്നത്. വളരെ ഗൗരവമുള്ള ഉപദേശങ്ങളാണ്. വിശ്വാസികൾ എന്നെന്നും പാലിക്കേണ്ടുന്ന ആ പാലനത്തിൽ വലിയ പ്രാധാന്യം കൽപ്പിക്കേണ്ടുന്ന ഉപദേശങ്ങളാണ്. കാരണം അത്തരം ഉപദേശങ്ങളായിരിക്കും മരണാസന്ന ഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിട്ടുണ്ടാവുക. റസൂലുള്ളാഹിന്റെ ഒരു ഉപദേശം ഇപ്രകാരമായിരുന്നു: ലഅനല്ലാഹുൽ യഹൂദ വന്നസ്വാറാ ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം വസ്വാലിഹീഹിം മസാജിദ. അല്ലാഹു ജൂതന്മാരെയും ക്രൈസ്തവരെയും ശപിച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണ് ആ ശാപം വന്നത്? അവരവരുടെ പ്രവാചകന്മാരുടെയും സജ്ജനങ്ങളുടെയും ഖബറുകളെ മസ്ജിദുകളാക്കി സുജൂദ് ചെയ്യുന്ന ഇടങ്ങളാക്കി സ്വീകരിച്ചു എന്നുള്ളതാണ്. പ്രവാചകന്മാരുടെയും അതുപോലെ തന്നെ സജ്ജനങ്ങളുടെയും ഖബറുകളെ സുജൂദ് ചെയ്യുന്ന ഇടങ്ങളാക്കി സ്വീകരിച്ചതിനാൽ അല്ലാഹു തആല മുൻഗാമികളിൽ പലരെയും ശപിച്ചിട്ടുണ്ട്. ആ ശാപത്തിന് നിങ്ങൾ ഇരയാവാൻ പാടില്ല. അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, വലാ ഫലാ തത്തഖിദുൽ ഖുബൂറ മസാജിദ്. അറിയണം, നിങ്ങൾ ഒരിക്കലും തന്നെ ഖബറുകളെ സുജൂദ് ചെയ്യുന്ന ഇടങ്ങളാക്കി മാറ്റാൻ പാടില്ല. ഖബറാരാധന നടത്താൻ പാടില്ല. ഖബറുകൾ കെട്ടിപ്പൊക്കാൻ പാടില്ല. അതിന്മേൽ ആഘോഷങ്ങളും ഉറൂസുകളും നേർച്ചകളും വാണിഭങ്ങളും നടപ്പിലാക്കാൻ പാടില്ല. എന്റെ ഖബർ മാത്രമല്ല, സജ്ജനങ്ങളിൽ ഒരാളുടെ ഖബറും ആരാധിക്കപ്പെടാൻ പാടില്ല. ഖബറാളിയോട് പ്രാർത്ഥിക്കാൻ പാടില്ല. ആ ഖബറിന്മേൽ നമസ്കരിക്കാൻ പാടില്ല. ഖബറാളികളോട് പ്രവാചകൻ പഠിപ്പിച്ച രീതിയിൽ ചെയ്ത് കാണിച്ചു തന്ന രീതിയിൽ സലാം പറയുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ സന്ദർശിച്ച മര്യാദകളെല്ലാം പാലിച്ചുകൊണ്ട് ഖബറാളികളെ സന്ദർശിക്കുക. അതിനപ്പുറത്ത് ഖബറാരാധനയുടെ ഒരു രൂപവും നിങ്ങളിൽ വന്നു പോവാൻ പാടില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിയോഗ ഘട്ടത്തിലും അവിടുത്തെ ശിഷ്യന്മാരെ മാത്രമല്ല വിശ്വാസി സമൂഹത്തെ മുഴുക്കയും അറിയിക്കുകയാണ്. സഹോദരങ്ങളെ, ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും, ലമ്മാ മരിദൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറദഹുല്ലദീ മാതഫി. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ടുള്ള മരണം, ആ മരണത്തോടനുബന്ധിച്ച് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ ആ രോഗം, ആ രോഗഘട്ടത്തിൽ ഫഹലറത്തിസ്സലാ, നമസ്കാരത്തിന്റെ സമയമായി. നമസ്കാരത്തിന്റെ സമയമായപ്പോ ഫഅദ്ദന ബിലാൽ, ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് വിളിക്കുകയാണ്. ഫഖാല മുറു അബൂബക്കർ ഫൽയുസല്ലി ബിന്നാസ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആ രോഗഘട്ടത്തിൽ പ്രവാചകനെ നമസ്കാരത്തിന് പോവാൻ കഴിയുന്നില്ല. ആ ഘട്ടത്തിലും പ്രവാചകൻ പറഞ്ഞതെന്താ? മുറു അബൂബക്കർ ഫൽയുസല്ലി ബിന്നാസ്. നിങ്ങൾ അബൂബക്കറിനോട് ജനങ്ങൾക്ക് ഇമാം നിന്നുകൊണ്ട് നമസ്കരിക്കാൻ പറയണം. ആ ഘട്ടത്തിലും നമസ്കാരത്തെ സംബന്ധിച്ചുള്ള ഓർമ്മയാണ്, അതല്ലെങ്കിൽ ഉപദേശങ്ങളാണ് പ്രവാചകൻ നൽകുന്നത്. പ്രവാചകന്റെ വിയോഗ സന്ദർഭത്തിലുള്ള ഗൗരവപ്പെട്ട ഒരു ഉപദേശമായിരുന്നു അസ്സലാ അസ്സലാ, നമസ്കരിക്കണേ നമസ്കരിക്കണേ ഉമ്മത്തെ, സമുദായമേ. നമസ്കാരത്തിൽ വീഴ്ച വരുത്താൻ പാടില്ല. നമസ്കാരത്തിൽ പാളിച്ചകൾ ഉണ്ടാവാൻ പാടില്ല. അസ്വലാത്തു ഇമാദുദ്ദീൻ വശിആറുൽ മുഅ്മിനീൻ, അത് ദീനിന്റെ തൂണാണ്, അത് വിശ്വാസികളുടെ ചിഹ്നമാണ്. ആ നമസ്കാരം നിലനിർത്തിയാൽ ഫമൻ അഖാമഹാ ഫഖദ് അഖാമദ്ദീൻ, ആ നമസ്കാരം നിലനിർത്തിയാൽ അത് ദീൻ ഇവിടെ നിലനിർത്താനുള്ള പ്രചോദനമായിട്ട് മാറും. ഫമൻ ഹദമഹാ ഫഖദ് ഹദമദ്ദീൻ, നമസ്കാരത്തിൽ വീഴ്ച വരുത്തിയാൽ ദീൻ ഇവിടെ തകർന്നു പോവും. ദീനിനെ നിങ്ങൾ പൊളിക്കുകയാണ്. അതിനുള്ള പ്രേരണയാണ് നിങ്ങൾക്ക് നമസ്കാരം ഒഴിവാക്കുന്നത് നൽകുക. അതുകൊണ്ട് നമസ്കാരം നിലനിർത്തണേ. അസ്സലാ അസ്സലാ എന്നുള്ള നിർദ്ദേശമായിരുന്നു റസൂലുള്ളാഹി മരണഘട്ടത്തിലും നൽകിയത്. അലി റളിയല്ലാഹു അൻഹു പറയാണ്, കാന ആഖിറു കലാമി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്സലാ അസ്സലാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന സന്ദർഭത്തിലെ ഉത്ബോധനങ്ങളും ഉപദേശങ്ങളും അസ്സലാ അസ്സലാ, നമസ്കാരം നമസ്കാരം എന്നുള്ളതായിരുന്നു. ഇത്തഖുല്ലാഹ ഫീമാ മലകത് ഐമാനുക്കും. അതോടൊപ്പം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ സേവകരുടെ കാര്യത്തിൽ, ഭൃത്യന്മാരുടെ കാര്യത്തിൽ അല്ലാഹുവിനെ നല്ലതുപോലെ സൂക്ഷിക്കണേ. നിങ്ങളുടെ സേവകരോട് നിങ്ങൾ നല്ലതുപോലെ പെരുമാറണേ. പ്രവാചക സ്മരണകൾ അയവിറക്കുന്ന കാലമാണിത്. പ്രവാചകൻ എങ്ങനെയാണ് സേവകനോട് പെരുമാറിയത്? അങ്ങേയറ്റം മാതൃകാപരമായ രീതിയിൽ. അനസ് റളിയല്ലാഹു അൻഹുവാണ് പ്രവാചകന്റെ സേവകരിൽ പ്രവാചകന്റെ കൂടെ ദീർഘകാലം ഉണ്ടായിരുന്നത്. 10 വർഷത്തോളം അനസ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖാദിമിനെ വിളിച്ചിരുന്ന, സേവകനെ വിളിച്ചിരുന്നത് ഉനൈസ് എന്നായിരുന്നു. മോനെ കുഞ്ഞനസേ എന്നുള്ളതായിരുന്നു. എന്തുകൊണ്ട് നീ അങ്ങനെ ചെയ്തില്ല എന്നോട് പ്രവാചകൻ ചോദിച്ചിട്ടില്ല. എന്തേ പ്രവാചകൻ എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു അഭിസംബോധനവും പ്രവാചകൻ എന്നോട് നടത്തിയിട്ടില്ലെന്ന് അനസ് റളിയല്ലാഹു അൻഹു പറയാണ്.
ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണാസന്നനായ സന്ദർഭത്തിൽ നൽകുന്ന മറ്റൊരു ഉപദേശം, ഇത്തഖുല്ലാഹ ഫീമാ മലകത് അയ്മാനുക്കും, നിങ്ങളുടെ ഭൃത്യന്മാരുടെ കാര്യത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ. സഹോദരങ്ങളെ, ഇങ്ങനെയുള്ള പ്രവാചകന്റെ ഓരോ ഉപദേശങ്ങളും നമസ്കാരത്തിന്റെ കാര്യത്തിൽ വീഴ്ച വരുത്താതെ മുന്നോട്ട് പോവാൻ ഈ ഉമ്മത്ത് എന്നും ശ്രദ്ധിക്കണേ എന്നതാണ്. അസ്വലാ അസ്വലാ എന്ന് പറയുന്ന ആ ഉപദേശത്തിന്റെ മഹത്വം, പ്രാധാന്യം എന്ന് പറയുന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീടിന്റെ വിരി മാറി നോക്കിയപ്പോൾ ജനങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പിന്നിൽ നിന്നുകൊണ്ട് നമസ്കാരം പൂർത്തീകരിച്ചിരിക്കുന്നു. രോഗശയ്യയിൽ കിടക്കുമ്പോഴാണ് ഈ സംഭവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടർന്ന് പറയാണ്, അയ്യുഹന്നാസ് ഇന്നഹു ലം യബഖ മിൻ മുബശ്ശിറാത്തിൻ നുബുവ്വ ഇല്ല റുഅ്യ സ്വാലിഹ യറാഹൽ മുസ്ലിമു ഔ തുറാലഹു. ജനങ്ങളെ, ഇന്നഹു ലം യബഖ മിൻ മുബശ്ശിറാത്തിൻ നുബുവ്വ, ഇതാ വഹി അവസാനിക്കാൻ പോവുകയാണ്. ഇനി വഹിയിന്റെ സന്തോഷ വാർത്തയിൽ നിന്ന്, പ്രവാചകത്വത്തിന്റെ സന്തോഷ വാർത്തകളിൽ നിന്ന് ഒന്നും അവശേഷിക്കുന്നില്ല. ഇല്ല റുഅ്യ സ്വാലിഹ, നല്ല നല്ല സ്വപ്നങ്ങളല്ലാതെ മറ്റൊന്നും അവശേഷിക്കുന്നില്ല. യറാഹൽ മുസ്ലിമു തുറാലഹു, ഒരു മുസ്ലിം കാണുന്ന, ഒരു മുസ്ലിമിനെ കാണിക്കപ്പെടുന്ന നല്ല സ്വപ്നങ്ങൾ, അതിനപ്പുറത്ത് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ദിവ്യ സന്ദേശങ്ങളിൽ ഒന്നും അവശേഷിക്കുന്നില്ലെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഘട്ടത്തിൽ ഓർമ്മിപ്പിച്ചു എന്ന് അനസ് റളിയല്ലാഹു അൻഹു പറയാണ്. സഹോദരങ്ങളെ, രോഗശയ്യയിൽ കിടക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ ഉപദേശങ്ങൾ മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അന്ത്യോപദേശങ്ങൾ എന്ന് പറയുന്നത്, മറിച്ച് പ്രവാചകൻ മരണത്തിലേക്ക് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുമ്പോൾ പ്രവാചകൻ നൽകിയ ഓരോ ഉപദേശങ്ങളെയും സ്വഹാബത്ത് മനസ്സിലാക്കിയത്, മുസ്ലിം ലോകം മനസ്സിലാക്കിയത് പ്രവാചകന്റെ വസിയ്യത്തുകളായിട്ടായിരുന്നു, പ്രവാചകന്റെ അന്ത്യോപദേശങ്ങളായിട്ടായിരുന്നു. ഒരിക്കൽ കുമ്മ തടാകത്തിനരികെ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നല്ല പ്രസംഗം നടത്തി. മക്കയ്ക്കും മദീനയ്ക്കും ഇടയിലുള്ള തടാകമാണ് കുമ്മ തടാകം എന്ന് പറയുന്നത്. ജനങ്ങളെ, നിശ്ചയം ഞാനൊരു മനുഷ്യനാണ്, എന്റെ റബ്ബിന്റെ ദൂതൻ അഥവാ മലക്കുൽ മൗത്ത് എന്നെ സമീപിക്കാനുള്ള സമയം അടുത്തിരിക്കുന്നു. അതുകൊണ്ട് ചില കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണേ. നിങ്ങൾ വഴിതെറ്റി പോവാതിരിക്കാൻ ഒരു മാർഗം, ഒരു നല്ല മാർഗം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അത് നിങ്ങളങ്ങ് മുറുകെ പിടിച്ചാൽ മതി. ആ ഒരു സമീപനം, ആ ഒരു നിലപാട് നിങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വഴിതെറ്റിപ്പോവുകയില്ല. ഞാൻ നിങ്ങളിൽ നിന്ന് വിട്ടുപോയാലും നിങ്ങൾ വഴിതെറ്റിപ്പോവുകയില്ല. രണ്ട് കാര്യങ്ങൾ ഇതാ ഞാൻ നിങ്ങൾക്ക് ഉപേക്ഷിച്ചു പോകുന്നു. അതിലൊന്നാമത്തെ കാര്യം അല്ലാഹുവിന്റെ ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥം, അതിലാണ് സന്മാർഗമുള്ളത്, അതിലാണ് വെളിച്ചമുള്ളത്. ആ ഗ്രന്ഥം അല്ലാഹുവിന്റെ ഗ്രന്ഥം നിങ്ങൾ നല്ലതുപോലെ മുറുകെ പിടിക്കണേ. അല്ലാഹുവിന്റെ ഗ്രന്ഥം നിങ്ങൾ അണപ്പല്ലുകൊണ്ട് മുറുകെ പിടിക്കണേ, നല്ലതുപോലെ മുറുകെ പിടിക്കണേ. പറയാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ വഴിതെറ്റിപ്പോവുകയില്ല. അള്ളാന്റെ ഗ്രന്ഥം നിങ്ങൾ മുറുകെ പിടിച്ചാൽ. അന്ത്യോപദേശമാണ്. കൊമ്മ തടാകത്തിന് അടുത്ത് വെച്ചുകൊണ്ട് മക്കയ്ക്കും മദീനയ്ക്കും ഇടയിലുള്ള തടാകമാണ്. ആ തടാകത്തിനടുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ ഉപദേശമാണ് തറക്തു ഫീകും അംറൈൻ ലൻ തളല്ലൂ മാ തമസ്സക്തും ബിഹിമാ. അതിനെ വിശദീകരിച്ചുകൊണ്ട് മറ്റൊരു ഘട്ടത്തിൽ പ്രവാചകൻ പറഞ്ഞ വാക്കാണ്, രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഉപേക്ഷിച്ചു പോവുകയാണ്. ഞാൻ നിങ്ങളിൽ നിന്ന് പോയാലും രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്കുണ്ട്. ആ രണ്ട് കാര്യങ്ങൾ മുറുകെ പിടിച്ചാൽ നിങ്ങൾ വഴിതെറ്റിപ്പോവുകയില്ല. കിതാബില്ലാഹി വസുന്നത്തി റസൂലി, അതിലൊന്ന് അല്ലാഹുവിന്റെ ഗ്രന്ഥമാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളാണ്. സഹോദരങ്ങളെ, അതാണ് പ്രവാചകൻ തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടത്. അതല്ലാതെ ഏതാനും ചില മുടിക്കെട്ടുകളോ അതല്ലെങ്കിൽ പ്രവാചകൻ ഉപയോഗിച്ച ചട്ടിയോ അതങ്ങനെയായിട്ട് അങ്ങനെ പല ആളുകളും അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതാ നിങ്ങളുടെ മുമ്പിൽ 1500 വർഷങ്ങൾക്ക് മുമ്പ് അതല്ലെങ്കിൽ 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ചിട്ടുള്ള വസ്തുക്കൾ, അതല്ലെങ്കിൽ പ്രവാചകന്റെ ശിരോരോമം, അതൊന്നുമല്ല. മറിച്ച് പ്രവാചകൻ തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ട് അവരോട് അത് മുറുകെ പിടിച്ചുകൊണ്ട്, അത് അണപ്പല്ല് കൊണ്ട് മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞത് അള്ളാഹുവിന്റെ ഗ്രന്ഥമാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയാണ്. വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ, തുടർന്ന് പറഞ്ഞ ഖുലഫാഉർ റാഷിദുകളുടെ ചര്യയാണ്. ആ ചര്യകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുക, കിതാബും സുന്നത്തും അനുസരിച്ചുകൊണ്ട് ജീവിക്കുക. ഖബറാരാധന അടക്കമുള്ള ശിർക്കിന്റെ എല്ലാ ലാഞ്ചനകളും ഒഴിവാക്കിക്കൊണ്ടുള്ള സംശുദ്ധമായ തൗഹീദി ജീവിതം നയിക്കുക. നമസ്കാരത്തിന്റെ കാര്യത്തിൽ പൂർണ്ണ ജാഗ്രത പുലർത്തുക. ഇതെല്ലാമായിരുന്നു മരണസന്ദർഭത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ ഉപദേശം. അപ്പോൾ ഖുർആനിലും സുന്നത്തിലും ഇല്ലാത്ത ഒരു കാര്യം
ദീനായി മാറുകയില്ല. കാരണം ഖുർആനും സുന്നത്തും മുറുകെ പിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഖുർആനും സുന്നത്തും, ഖുർആനിലും സുന്നത്തിലും ഖുലഫാഉർ റാഷിദുകളുടെ കാലത്തെ ചര്യയിലും അവിടെ നിന്നങ്ങോട്ട് സ്വഹാബിമാർ, താബിഉകൾ, ഇവരുടെ എല്ലാവരുടെയും ചര്യയിലും, ഇവരുടെ മുഴുവൻ ചരിത്രവും എടുത്തു പരിശോധിച്ചാലും അതിലൊന്നുമില്ലാത്ത കാര്യങ്ങൾ ആചാരങ്ങളായി, മതത്തിൽ പ്രത്യേക മഹത്വമുള്ള, ദീനിൽ പ്രത്യേക മഹത്വമുള്ള കാര്യങ്ങളായി ആളുകൾ ഉയർത്തി കാണിക്കുമ്പോൾ അത് ദീനല്ല എന്ന് പറയാൻ നമുക്ക് സാധ്യമാവണം. ദീനല്ലാത്ത കാര്യങ്ങളെ ദീനല്ലെന്ന് പറയാൻ സാധ്യമാവണം. അത് ജന്മദിനാഘോഷമാവട്ടെ, അത് ചരമദിനാഘോഷമാവട്ടെ, അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനാഘോഷമാവട്ടെ, അതല്ലെങ്കിൽ മുഹയ്യിദ്ദീൻ ഷെയ്ഖിന്റെ റബീഉൽ അവ്വലിൽ പ്രവാചകന്റെ ജന്മദിനം, റബീഉൽ ആഖിറിൽ മുഹയ്യിദ്ദീൻ ഷെയ്ഖുമായി ബന്ധപ്പെട്ട ചരമദിനം, ഇങ്ങനെയൊക്കെയാണ് ആളുകൾ എങ്ങനെ ആചരിച്ചും ആഘോഷിച്ചും കൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെ എവിടെയാണ് മുൻഗാമികളുടെ ചര്യകളിൽ തെളിവ്? കിതാബിൽ എവിടെയാണ്? സുന്നത്തിൽ എവിടെയാണ്? പ്രവാചക ചര്യയിൽ എവിടെയാണ്? ഖുലഫാഉർ റാഷിദുകൾ എവിടെയാണ് അത് നിർവഹിച്ചിട്ടുള്ളത്? പ്രവാചകനോട് നമ്മെക്കാളെല്ലാം ചരിത്രത്തിൽ തുല്യതയില്ലാത്ത രീതിയിലുള്ള സ്നേഹം വെച്ച് പുലർത്തിയ സ്വഹാബിയാരാണ്? മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ നിലപാടിലില്ലാത്ത, മാതൃകയിലില്ലാത്ത, തുടർന്ന് അങ്ങോട്ട് വരുന്ന ചര്യകളിലൊന്നുമില്ലാത്ത, തുടർന്ന് നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് നടപ്പിലാക്കപ്പെട്ട കാര്യങ്ങൾ അത് ദീനായിട്ട് മാറുകയില്ല എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുടർന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹയെ വിളിച്ചുകൊണ്ട് ചില സ്വകാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കുടുംബവുമായി ബന്ധപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പങ്കുവെക്കലുകളായിരുന്നു അത്. ആദ്യം ഫാത്തിമ റളിയല്ലാഹു അൻഹ കരഞ്ഞു എന്ന പ്രവാചകന്റെ ഈ മരണശയ്യയിലുള്ള ഉപദേശങ്ങൾ കേട്ടുകൊണ്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹ കരയുകയാണ്. പിന്നെ ഫാത്തിമ റളിയല്ലാഹു അൻഹ ചിരിച്ചു. പ്രവാചകന്റെ ഒക്കെ വഫാത്തിന് ശേഷം കുറെ കാലം കഴിഞ്ഞ് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്, ആദ്യം താങ്കൾ എന്തിനാണ് കരഞ്ഞത്, പിന്നീട് എന്തിനാണ് ചിരിച്ചത്? ഫാത്തിമ റളിയല്ലാഹു അൻഹ വിശദീകരിച്ചു കൊടുത്തു, അന്നഹു യമൂതു ബിമറദി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മരണത്തിൽ മരിച്ചു പോകും, വഫാത്തായി പോകുമെന്നാണ് പ്രിയ പുത്രിയോട് ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞത്. അപ്പോഴാണ് കരഞ്ഞത്. വഅവ്വലു അഹ്ലിഹി അത്ബഉഹു ഫളഹിഖ്തു. ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയാൻ, പ്രവാചകന്റെ വിയോഗശേഷം പ്രവാചകനോട് കുടുംബത്തിൽ നിന്ന് ആദ്യമായിട്ട് പ്രവാചകന്റെ അടുക്കലേക്ക് ചെന്നു ചേരുന്നത്, ആദ്യമായിട്ട് പ്രവാചകന്റെ വിയോഗശേഷം കുടുംബത്തിൽ നിന്ന് മരണപ്പെടുക ഞാനായിരിക്കും എന്ന് കേട്ടപ്പോ പ്രവാചകനെ വീണ്ടും അധികം വൈകാതെ കണ്ടുമുട്ടാൻ സാധിക്കുമല്ലോ എന്നോർത്തുകൊണ്ട് ഞാൻ ചിരിച്ചു. അതോടൊപ്പം പ്രവാചകൻ എന്നോട് പറഞ്ഞു തന്നു, സയ്യിദത്തു നിസാഇ അഹ്ലിൽ ജന്ന, ഫാത്തിമ നീയായിരിക്കും സ്വർഗ്ഗ സ്ത്രീകളുടെ നേതാവ്. ഇതുകൂടി കേട്ടപ്പോ എന്റെ സന്തോഷം ഇരട്ടിയായി എന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയാൻ. തുടർന്ന് പ്രവാചകന്റെ വേദന കഠിനമായി വന്നു. മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുന്നു ഫാത്തിമ റളിയല്ലാഹു അൻഹ കരയാൻ. വാക്കറബ അബത്താഹി, എന്റെ പിതാവിന്റെ വേദന എന്ന് പറഞ്ഞുകൊണ്ട് കരയുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലൈസ അലാ അബീകി കറബൻ ബഅദ ഹാദൽ യൗം, ഇന്നേക്ക് ശേഷം നിന്റെ പിതാവിന് യാതൊരു വേദനയുമില്ല. ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമായി വിളിച്ചുകൊണ്ട്, പൗത്രന്മാരെ വിളിച്ചുകൊണ്ട് ഉമ്മ വെക്കുകയാണ്. ഭാര്യമാരെ വിളിച്ചുകൊണ്ട് അവസാന ഉപദേശങ്ങൾ നൽകുകയാണ്. അപ്പോഴേക്കും ഖൈബറിലെ ജൂത സ്ത്രീ ആട്ടിൻ മാംസത്തിൽ കലർത്തിയ വിഷത്തിന്റെ വേദന കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അനുഭവപ്പെടാൻ തുടങ്ങി. മരണവേദനയോടൊപ്പം ഇതുകൂടി ഒരു വേദനയായിട്ട് വന്നു. ഇതുവരെ പ്രവാചകൻ ആ വേദന അല്ലാഹു തആല അമർത്തി കൊടുത്തതായിരുന്നു. പക്ഷേ മരണഘട്ടത്തിൽ അതുകൂടി പ്രത്യക്ഷപ്പെട്ടു. ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിയിലായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കിടന്നിരുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ സഹോദരൻ അബ്ദുറഹിമാൻ ഒരു മിസ്വാക്ക് കൊണ്ടുവന്നു. ആ മിസ്വാക്ക് കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പല്ലുകളെല്ലാം വായെല്ലാം നല്ലതുപോലെ ആയിഷ റളിയല്ലാഹു അൻഹ വൃത്തിയാക്കി കൊടുത്തു. തുടർന്ന് അങ്ങോട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചലനം നിലക്കുന്നതിന്റെ മുമ്പ് കലിമത്ത് തൗഹീദ് ഉച്ചരിക്കുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്നലിൽ മൗതി ലസക്കറാത്ത്, മരണത്തിന് വല്ലാത്ത വേദനയാണെന്നാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വൽഹിഖ്നി ബിർറഫീഖിൽ അഅ്ലാ, അല്ലാഹുമ്മ റഫീഖുൽ അഅ്ലാ എന്ന് കൂടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. മരണത്തിന് വല്ലാത്ത വേദനയാണ്. മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം, അല്ലാഹു തആല അനുഗ്രഹിച്ചവരുടെ കൂടെ പടച്ചവനെ എന്നെ നീ ഉൾപ്പെടുത്തണേ എന്ന് പ്രവാചകൻ പ്രാർത്ഥിക്കുകയാണ്. മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ, പ്രവാചകന്മാരാൽ, സത്യസന്ധരാൽ, രക്തസാക്ഷികളാൽ, സജ്ജനങ്ങളാൽ അല്ലാഹു അനുഗ്രഹിച്ചവരുടെ കൂടെ എന്നെ നീ ചേർക്കണമേ. അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി, അല്ലാഹു എനിക്ക് നീ പുറത്തു തരണമേ, എന്നോട് നീ കരുണ കാണിക്കണമേ. വൽഹിഖ്നി ബിർറഫീഖിൽ അഅ്ലാ, ഉന്നതരായ
ഉന്നതമായ കൂട്ടുകാരോടൊപ്പം എന്നെ നീ ചേർക്കണമേ. അല്ലാഹുമ്മ റഫീഖൽ അഅ്ലാ, അല്ലാഹുവേ ഉന്നതരായ കൂട്ടുകാരോടൊപ്പം പ്രവാചകന്മാർ, സിദ്ദീഖുകൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങൾ ഇവരാകുന്ന റഫീഖുൽ അഅ്ലയുണ്ടല്ലോ, ഉന്നതമായ കൂട്ടുകാർ, അവരുടെ കൂടെ എന്നെ നീ ചേർക്കണേ എന്ന് പറഞ്ഞുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചലനം അവസാനിക്കുന്നത്. റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച, ഇതുപോലുള്ള ഒരു റബീഉൽ അവ്വൽ 12 പൂർവാഹന സമയത്താണ് അത് സംഭവിച്ചത് എന്ന് കാണാൻ സാധിക്കുന്നതാണ്. സഹോദരങ്ങളെ, ഇത് കൃത്യമായ വ്യക്തമായ ചരിത്ര രേഖയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് സംഭവിച്ചത് റബീഉൽ അവ്വൽ 12 എന്നുള്ളത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മരണവാർത്ത അറിഞ്ഞുകൊണ്ട് വികാരാതീതനായിട്ട് ഓടി വരുന്ന രംഗമുണ്ട്. ബി അബി അൻത വ ഉമ്മി യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ദൂതരേ, അമ്മൽ മൗതത്തുല്ലതി കുതിബത് ഫഖത് മുത്തഹാ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്റെ മനസ്സിനെ വിശ്വസിപ്പിക്കുകയാണ്, പ്രവാചകൻ മരിച്ചിരിക്കുന്നു എന്ന് വിശ്വസിപ്പിക്കുകയാണ്. എന്നിട്ട് പ്രവാചകൻ അഭിസംബോധന ചെയ്തുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ്, അമ്മൽ മൗതത്തുല്ലതി കുതിബത് ഫഖത് മുത്തഹാ, അല്ലാഹു താങ്കൾക്ക് നിശ്ചയിച്ചിട്ടുള്ള മരണമിതാ സംഭവിച്ചിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചു എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ മനസ്സിനെ വിശ്വസിപ്പിക്കുമ്പോഴും ഉമർ റളിയല്ലാഹു അൻഹുവിനെ നമുക്കറിയുന്നത് പോലെ അദ്ദേഹത്തിനങ്ങ് വിശ്വസിക്കാൻ കഴിയുന്നില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചു എന്ന് വിശ്വസിക്കുവാൻ ഉമർ റളിയല്ലാഹു അൻഹു സാധിക്കുന്നില്ല. പ്രവാചകനോട് വൈകാരികമായ അങ്ങേയറ്റത്തെ അടുപ്പം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടുപ്പമുണ്ട്. പക്ഷേ അബൂബക്കറിന്റെ ആത്മനിയന്ത്രണ ശേഷി ഏതായാലും ഉമർ റളിയല്ലാഹു അൻഹുവിന് വരുന്നില്ല. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ടല്ലോ, ആരാണ് പ്രവാചകൻ മരിച്ചു എന്ന് പറയുന്നത്, അയാളെ ഞാൻ ഈ വാളുകൊണ്ട് ശരിപ്പെടുത്തുമെന്ന് പറഞ്ഞുകൊണ്ട് കോപത്തോടുകൂടി നിൽക്കുകയാണ്. ഈ ഘട്ടത്തിലാണ് ഉമർ റളിയല്ലാഹു അൻഹുവിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് ക്ഷമിക്കാൻ പറഞ്ഞുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, മൻ കാന യഅ്ബുദു മുഹമ്മദൻ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത്, ആരെങ്കിലും മുഹമ്മദിനെ ആരാധിച്ചിരുന്നുവെങ്കിൽ മുഹമ്മദ് ഇതാ മരിച്ചിരിക്കുന്നു. വമൻ കാന യഅ്ബുദുല്ലാഹ ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്ത്, അല്ലാഹുവിനെയാണ് ഇബാദത്ത് ചെയ്തിരുന്നെങ്കിൽ, അല്ലാഹുവിനെ മാത്രമാണ് ഇബാദത്ത് ചെയ്തിരുന്നെങ്കിൽ അല്ലാഹു എന്നെന്നും ജീവിച്ചിരിപ്പുള്ളവനാണ്. അതുകൊണ്ട് ഉമറേ, മനസ്സിലാക്കിയേ പറ്റൂ, വിശ്വസിച്ചേ പറ്റൂ. റസൂലുള്ളാഹി മരിച്ചിരിക്കുന്നു. തുടർന്ന് ഖുർആനിലെ വചനങ്ങൾ ഓതുന്നു, വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത മിൻ ഖബ്ലിഹി റസുൽ, മുഹമ്മദ് നബി അല്ലാഹുവിന്റെ ദൂതനല്ലാതെ മറ്റാരുമല്ല. മുൻകഴിഞ്ഞ ധാരാളം പ്രവാചകന്മാരെ പോലെ, അതല്ലെങ്കിൽ പ്രവാചകന്മാരിൽ ധാരാളം ആളുകൾ മുൻകഴിഞ്ഞിരിക്കുന്നു. ആ പ്രവാചകന്മാരിൽ പെട്ടയാളാണ് മുഹമ്മദ് നബി. അവരെല്ലാവരും ഈ ലോകത്തോട് വിട പറഞ്ഞിരുന്നുവെങ്കിൽ സഹോദരങ്ങളെ, മുഹമ്മദ് നബിയും വിട പറഞ്ഞിരിക്കുന്നു. ഉമറേ, മുഹമ്മദ് നബിയും വിട പറഞ്ഞിരിക്കുന്നു. മുഹമ്മദ് നബി മരിച്ചു എന്ന വിവരം കേട്ടാൽ നിങ്ങൾ പിറകോട്ടടിക്കുകയാണോ? ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഇതേ ആശയത്തിലുള്ള ഖുർആൻ വചനങ്ങൾ ധാരാളമുണ്ട്. വമാ ജഅൽനാ ലിബശറിൻ മിൻ ഖബ്ലിക്കൽ ഖുൽദ് അഫയം മിത്ത ഫഹുമുൽ ഖാലിദൂൻ, താങ്കൾക്ക് മുമ്പും പ്രവാചകരെ ഒരാൾക്കും ശാശ്വതമായ നിലനിൽപ്പ് ഈ ലോകത്ത് നൽകിയിട്ടില്ല. അതുകൊണ്ട് അഫയം മിത്ത ഫഹുമുൽ ഖാലിദൂൻ, താങ്കൾ മരിച്ചാൽ അവർ ശാശ്വതമായി ജീവിക്കുമെന്നാണോ താങ്കളുടെ എതിരാളികൾ ചിന്തിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് ഖുർആൻ. ഏതായാലും സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ മരിച്ചു, അല്ലാഹുവിന്റെ പ്രവാചകനും മരിക്കുമെന്ന് ഖുർആൻ പറഞ്ഞതാണ്. ഇന്നക മയ്യിത്തുൻ വ ഇന്നകും മയ്യിത്തൂൻ, നിശ്ചയം പ്രവാചകരെ താങ്കളും മരിക്കും, അവരെല്ലാവരും മരിക്കും. കവി പറഞ്ഞല്ലേ, വലൗ കാനത്തിദ് ദുനിയാ തദൂമു ലി അഹ്ലിഹാ ലകാന റസൂലുള്ളാഹി ഹയ്യം വ ബഖിയ, ഈ ദുനിയാവ് ആർക്കെങ്കിലും ശാശ്വതമായിട്ട് നിലനിൽക്കുമായിരുന്നെങ്കിൽ, ആരെങ്കിലും ഈ ദുനിയാവിൽ ശാശ്വതമായി നിലനിൽക്കുമായിരുന്നുവെങ്കിൽ ലകാന റസൂലുള്ളാഹി, അത് അല്ലാഹുവിന്റെ ദൂതനാകുമായിരുന്നു. ഹയ്യം വ ബഖിയ, എന്നെന്നും നിലനിൽക്കുന്നവനായി, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനായി അല്ലാഹുവിന്റെ ദൂതൻ ഇവിടെ നിലനിൽക്കുമായിരുന്നു. കാരണം അന്ത്യദിനം വരെയാണ് അവിടുത്തെ റിസാലത്തുള്ളത്, അവിടുത്തെ നുബുവത്തുള്ളത്. പക്ഷേ അവിടെ നിന്നും മരിച്ചുപോയി, അവിടെ നിന്നും വഫാത്തായി പോയി. കാരണം എല്ലാ മനുഷ്യർക്കും നിശ്ചിതമായിട്ടുള്ള ഒരു കാലപരിധി അല്ലാഹു തആല നിശ്ചയിച്ചു കൊടുക്കുകയാണ്. സഹോദരങ്ങളെ, മദീനയാകെ ശോകമുഖമായ ദിവസമായിരുന്നു. ആകാശവും ഭൂമിയും കരഞ്ഞു പോയ ദിവസമെന്നാണ് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ വിയോഗ ദിവസമായ റബീഉൽ അവ്വൽ 12 സംബന്ധിച്ച് പറഞ്ഞത്, യബ്കൂന മൻ തബ്കിസ് സമാവാതു യൗമുഹു വമൻ ഖദ് ബഖതഹുൽ അർളു ഫന്നാസു അക്മദു. പ്രവാചകന്റെ കവിയായിരുന്ന ഷായിറുർ റസൂലായിരുന്ന ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പാടി, യബ്കൂന മൻ തബ്കിസ് സമാവാതു യൗമുഹു, ആകാശങ്ങളിലുള്ളവരെല്ലാം തന്നെ അന്നേരം കരഞ്ഞിട്ടുണ്ടാവും. വമൻ ഖദ് ബഖതഹുൽ അർളു ഫന്നാസു അക്മദു, ഭൂമിയിലുള്ളവരെയും കരയിപ്പിച്ച സംഭവമായിരുന്നു. ഭൂമിയിലുള്ള എല്ലാവരെയും പ്രവാചക സ്നേഹികളെ മുഴുവൻ കരയിപ്പിച്ച സംഭവമായിരുന്നു പ്രവാചകന്റെ വഫാത്ത് എന്ന് പറയുന്നത്. ജനങ്ങൾ
ജനങ്ങളാകെ മരവിച്ചു പോയ, മദീനയൊന്നാകെ കരഞ്ഞു പോയ സന്ദർഭമായിരുന്നു സഹോദരങ്ങളെ. അതുകൊണ്ട് ഈ ആഘോഷങ്ങൾക്കൊന്നും ആരവങ്ങൾക്കും ഒരർത്ഥവുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണത്തിന് വേണ്ടി തയ്യാറെടുത്തതുപോലെ, വഫാത്തിന് വേണ്ടി തയ്യാറെടുത്തതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാതൃകയാക്കിക്കൊണ്ട് മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ജീവിതം നയിക്കുക എന്നുള്ളതാണ്. അള്ളാഹു കാര്യങ്ങളെ ശരിയാവണ്ണം മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. الحمد لله رب العالمين والصلاة والسلام على الرسول الأمين محمد وعلى آله وصحبه أجمعين. أيها الناس أوصيكم وإياي ثانيا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കുവാൻ ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങളോടും ഉപദേശിക്കുകയാണ്. എല്ലാവരോടുമായി രണ്ടാമതായും തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു തആല നമുക്ക് എല്ലാവർക്കും തഖ്വയും ഈമാനുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ അവന്റെ നിരവധി അനുഗ്രഹങ്ങൾ നിറഞ്ഞ ജന്നാത്തുൽ ഫിർദൗസിലും അള്ളാഹു നമ്മെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അള്ളാഹു തആല നമ്മുടെ എല്ലാവരുടെയും പ്രവർത്തനങ്ങളെ അവന്റെ പ്രീതിയിലും അവന്റെ പൊരുത്തത്തിലുമാക്കി തീർക്കുമാറാവട്ടെ. യഥാർത്ഥ ഹുബ്ബുള്ളയും ഹുബ്ബുർ റസൂലും നേടിയെടുക്കുവാൻ, അള്ളാഹുവിനോടും പ്രവാചകനോടുമുള്ള സ്നേഹം നേടിയെടുക്കുവാൻ നാഥൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സുന്നത്തനുസരിച്ച് ജീവിക്കുവാനും പ്രവാചക ചര്യ അനുസരിച്ച് ജീവിക്കുവാനും എല്ലാത്തരം ബിദ്അത്തുകളിൽ നിന്നും എല്ലാത്തരം ശിർക്ക്പരമായ പ്രവർത്തനങ്ങളിൽ നിന്നും അകന്നു നിൽക്കുവാനും നാഥൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു തആല നമ്മുടെയും നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെയും ബർസഖി ജീവിതം വിശാലമാക്കി തരുമാറാവട്ടെ, വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ അർശിന്റെ രാജസിംഹാസനത്തിന്റെ നിഴൽ നേടിയെടുക്കുന്നവരിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്തുൽ ഉലമായുടെ ഭാഗമാവുന്നവരിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരങ്ങളിൽ നിന്ന് ഹൗദുൽ കൗസറിന്റെ മഹത്തായ പാനീയം വാങ്ങിച്ചു കുടിക്കുന്നവരിലും സിറാത്തിലൂടെ മിന്നൽ വേഗത്തിൽ പ്രയാണം ചെയ്യുന്നവരിലും ഫിർദൗസിൽ പ്രവാചകന്മാരോടൊപ്പം സുദ്ദീഖുകളോടൊപ്പം ശുഹദാക്കളോടൊപ്പം സ്വാലിഹീങ്ങളോടൊപ്പം ശാശ്വതമായി സംഗമിക്കുന്നവരിലും നമ്മെ എല്ലാവരെയും നമ്മോട് ബന്ധപ്പെട്ടവരെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും അള്ളാഹു പ്രത്യേകം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഭാര്യാസന്താനങ്ങളിൽ അള്ളാഹു കൺകുളിർമ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ മക്കൾ അള്ളാഹു തആല സജ്ജനങ്ങളാക്കി മാറ്റുമാറാവട്ടെ. അവർക്ക് അള്ളാഹു തആല തഖ്വയും ഈമാനും വർദ്ധിപ്പിക്കുമാറാവട്ടെ. സബറും ഇസ്തിഖാമത്തും അള്ളാഹു തആല നമ്മുടെ മക്കൾക്ക് നിലനിർത്തി കൊടുക്കുമാറാവട്ടെ, വർദ്ധിപ്പിക്കുമാറാവട്ടെ. അള്ളാഹു തആല നമ്മുടെ മക്കൾക്ക് ഉയർന്ന വിദ്യാഭ്യാസവും ഉന്നതമായ തൊഴിലവസരങ്ങളും നൽകി പ്രത്യേകം അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു തആല നമ്മുടെ മുതിർന്ന പൗരന്മാർ, മാതാപിതാക്കൾക്ക് ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസ് പ്രത്യേകം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു തആല ഭാര്യ ഭർത്താക്കന്മാർ എന്ന നിലയിൽ നമ്മുടെ കുടുംബത്തിൽ അള്ളാഹു തആല പരസ്പര സ്നേഹം അള്ളാഹു തആല ശക്തിപ്പെടുത്തി തരുമാറാവട്ടെ. അള്ളാഹു തആല നമ്മുടെ മക്കളെ മാതാപിതാക്കൾ അനുസരിക്കുന്ന നല്ല സ്വാലിഹീങ്ങളായ മക്കളാക്കി അള്ളാഹു തആല നമ്മുടെ ഓരോരുത്തരുടെയും മക്കളെ മാറ്റുമാറാവട്ടെ. അള്ളാഹുവെ ഞങ്ങളുടെ കൃഷിയിൽ, കച്ചവടത്തിൽ, ഉദ്യോഗ വരുമാന മാർഗങ്ങളിൽ ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യണമേ റബ്ബേ. അള്ളാഹുവെ കടങ്ങളിൽ നിന്നും സാമ്പത്തിക ബാധ്യതകളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും മാരകമായ രോഗങ്ങളിൽ നിന്നും മറ്റെല്ലാ ദുരിതങ്ങളിൽ നിന്നും പ്രയാസങ്ങളിലും പരീക്ഷണങ്ങളിൽ നിന്നും അള്ളാഹുവെ ഞങ്ങളെ എല്ലാവരെയും നീ രക്ഷപ്പെടുത്തണമേ നാഥ. അല്ലാഹ് എന്ന് പടച്ചവനെ ഞങ്ങൾ നിന്നെ വിളിക്കുകയാണ്. നിന്നെ അല്ലാഹ് എന്ന് വിളിക്കാൻ നിനക്ക് കൂടാനെ കൂടി അടിമകളുണ്ട്. പടച്ചവനെ ഞങ്ങൾക്ക് അല്ലാഹ് എന്ന് വിളിക്കാൻ ഉടമസ്ഥനായി, നാഥനായി, റബ്ബായി നീ മാത്രമേ ഉള്ളൂ. അള്ളാഹുവേ ഞങ്ങളുടെ എല്ലാ സതുദ്ദേശങ്ങളെയും നീ സഫലീകരിച്ചു തരണമേ തമ്പുരാനെ. അള്ളാഹ് ഫലസ്തീൻ മക്കളെ നീ സഹായിക്കണമേ റബ്ബേ. അള്ളാഹുവേ ഗസയിലെ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും അള്ളാഹുവേ നീ രക്ഷപ്പെടുത്തണമേ റബ്ബേ. അള്ളാഹുവേ അവർക്ക് അന്നം നൽകി, അപ്പം നൽകി, അഭയം നൽകി, വെളിച്ചം നൽകി, വൈദ്യുതി നൽകി, എല്ലാ അർത്ഥത്തിലുമുള്ള രക്ഷ അവർക്ക് നീ നൽകണമേ തമ്പുരാനെ. അള്ളാഹുവേ ഖുദ്സിന് സമ്പൂർണ്ണമായ മോചനം പ്രദാനം ചെയ്യണമേ റബ്ബേ. اللهم ارض عن ابي بكر وعمر وعثمان وعلي اللهم ارض عن ابي بكر وعمر وعثمان وعلي وعن بقيه الصحابه والصحابيه كلهم اجمعين.
أجمعين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم لا تعذبنا بالنار ولا تجعلنا من حطب النار إنها بئس الدار وبئس المثوى وبئس القرار. اللهم لا تجعل في قلوبنا غلا للذين آمنوا ربنا إنك أنت رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على سيدنا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.